ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയരാമൻ, അതായത് അബിയുടെ കയ്യിൽ നിന്ന് ഏറ് കിട്ടിയതിന് ശേഷം വേഗം ചെല്ലുന്നത് വസുധയുടെ അടുത്തേക്കാണ്. വസുധയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും പറയുന്നുണ്ട്, ഇനി ഞാൻ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവില്ല. എന്നെ അവൻ എറിഞ്ഞു, എനിക്ക് അവരുടെ മുഖം ഇനി കാണണ്ട. നീ എന്തായാലും ഒരു നേഴ്സല്ലേ വസുധേ, അതുകൊണ്ട് തന്നെ നീ എനിക്കൊന്ന് ഡ്രസ്സ് ചെയ്ത് തരണം ഈ മുറി എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വസുധ പോയിട്ട് മുറിയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വസുധ വേഗം ബാസിയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ബാസിയെ വിളിച്ചിട്ട് വേഗം തന്നെ വരാനായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ജയരാമൻ ഇവിടെ ഉണ്ട് എന്ന രീതിയിലും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട് ആമിമോളെ. ഇപ്പോൾ കുറച്ച് പ്രശ്നമാണ്, എന്തായാലും പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിക്ക് മാറ്റേണ്ടി വരും, കുട്ടിക്ക് കുറച്ച് പ്രശ്നമുള്ളതാണ് എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ തന്നെ പുറത്ത് വന്നതിന് ശേഷം കുട്ടീൻ്റെ ബ്രെയിനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന രീതിയിലൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഗായത്രിയോട്. ഗായത്രിയുടെ കൂടെ നിമ്മിയും അതുപോലെ തമ്പിയും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ ആമിമോളുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ. അങ്ങനെ തന്നെ മിനി പറയുന്നുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അതായത് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം, പൈസയുടെ കാര്യമൊന്നും ഓർക്കേണ്ട, സ്കാൻ ചെയ്യണം എന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെ ചെയ്യാമെന്നും പറയുന്നുണ്ട്. പിന്നീട് അവിടേക്ക് അഭി വരുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് അഭി വരുന്നുണ്ട്. അഭി വന്നിട്ട് ഗായത്രിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ആമി അഡ്മിറ്റാണ്, ആമി തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. എനിക്ക് എൻ്റെ ആമിയെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയുന്നു. അങ്ങനെ ആമിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗായത്രി. അതിനുശേഷം നേഴ്സ് പറയുന്നുണ്ട് ആ കുട്ടിയുടെ സ്റ്റേജ് വളരെ ക്രിട്ടിക്കലാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജയരാമനെ തന്നെയാണ്. ജയരാമനും അതുപോലെ തന്നെ നമ്മുടെ വസുധയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ബാസിയെ വിളിച്ചതിന് ശേഷം ബാസിയോട് കാര്യങ്ങളെല്ലാം തന്നെ വസുധ നേരിട്ട് തന്നെ പറയുന്നുണ്ട്. കാരണം ഇനി ജയരാമൻ ഇനി എങ്ങോട്ടും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു കരുത്താണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബാസി പറയുന്നുണ്ട്, എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്, ചേച്ചി പറയുന്ന രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, നമുക്കിതൊരു ലാഭം കൊയ്യുന്ന കാര്യമാണ്. എന്തായാലും ജയരാമേട്ടൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഞാനിവിടെ ഒരു മുറി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. കാരണം ഇതൊരു പ്രതികാരം വീട്ടാനുള്ള സമയവുമാണ്. ഈ ഒരു ഭർത്താവ് എന്ന ലേബലിൽ ആരെങ്കിലും ഒരാൾ വേണമേനും എന്നും പറയട്ടെ ചെയ്യുന്നത്. ചേച്ചിയുടെ ബുദ്ധി അപാരം തന്നെ. പക്ഷേ ജയരാമേട്ടൻ ഇവിടെ ഗായത്രി ചേച്ചിയുടെ ഭർത്താവാണ്. മറ്റൊരാളുടെ ഭർത്താവിനോട് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവില്ലേ ചേച്ചി എന്ന് പറയുന്നു. അതിന് അദ്ദേഹം ഇവിടുത്തെ ഒരു മാനേജറായിട്ടോ എൻ്റെ കമ്പനിയിലെ മാനേജറായിട്ടോ എങ്ങനെയായിട്ട് ഇവിടെ താമസിക്കുകയാണെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. കൂടുതൽ ആളുകളും ജയരാമേട്ടൻ ഇവിടെയുള്ള കാര്യം അറിയരുതും എന്നും ബാസിയോട് പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഗായത്രി പെട്ടെന്ന് തന്നെ ആമി മോളെ കാണുകയാണ്. ആമി തൻ്റെ അമ്മയെ വിളിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ സ്വപ്നം പോലെ കാണുന്നുണ്ട്. എന്നിട്ട് ആമി എൻ്റെ മോളെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഗായത്രി എണീക്കുന്നു. അപ്പോൾ നിമ്മി പറയുന്നുണ്ട്, ചേച്ചിക്ക് അത് വെറുതെ തോന്നിയതാണ്, അങ്ങനെ ആമി ഇല്ല എന്നും പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾക്ക് കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റിയില്ല, കൂടുതൽ പ്രശ്നമാണ്, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി മരിച്ചു പോയിരിക്കുകയാണ്. അത് പറയുമ്പോഴത്തേനും തമ്പി ആകെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോഴത്തേനും എന്താ തമ്പിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിനി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. നമ്മുടെ ആമി പോയി എന്ന് പറയുമ്പോഴേക്കും ഗായത്രി സഹിക്കാൻ പറ്റാത്ത വേദനയോടുകൂടി കരയാണ്. അങ്ങനെ ആമിയെ കയ്യിൽ കോരിയെടുത്തിട്ട് തമ്പിയണ്ട് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലേക്ക് പിന്നീട് കാണിക്കുന്നത്, വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് നിമ്മിയെ വിളിക്കുന്നുണ്ട് തമ്പി. എന്നിട്ട് പറയുന്നുണ്ട്, നിമ്മി ജയരാമനെ അറിയിക്കണ്ടേ, അത് അയാൾ വന്നിട്ടില്ലല്ലോ തമ്പിയണ്ണ എന്ന് പറയുമ്പോൾ, ജയരാമൻ വസുധയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. അച്ഛനല്ലേ, ആമിമോളുടെ അച്ഛനല്ലേ, അതുകൊണ്ട് ഞാൻ പോയി ഒന്ന് വിളിച്ചിട്ട് വരാം, അച്ഛനില്ലാതെ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതിന് ഗായത്രി ചേച്ചിയോ, ഗായത്രി അവിടെ നിൽക്കട്ടെ, നമ്മൾ പോയി പറയേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ നിമ്മി എന്ന് പറയുന്നു. അങ്ങനെ തമ്പി പോയിട്ട് പറയാൻ പോവുകയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ബാസിയാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ബാസിയോട് പറയുന്നുണ്ട്, ജയരാമൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ജയരാമൻ ഇവിടെയല്ല, ജയരാമൻ്റെ വീട് ഇതല്ല എന്നും ബാസി പറയുന്നു. എനിക്കൊരു കാര്യം അവനോട് പറയണം, പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയും. അത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ
അവൻ്റെ മോള് മരിച്ചു പോയെന്ന രീതിയിൽ പറയുമ്പോൾ ബാസിക്ക് ഒരു ടെൻഷൻ ആവുന്നുണ്ട്. ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് പോകുമ്പോഴത്തേന് വസുധ അവിടെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി ഒരു കാര്യം പറയാനുണ്ട്, ജയറാമേട്ടൻ എണീറ്റോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, എണീറ്റിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചേച്ചി, ആ തമ്പി വന്നിട്ടുണ്ട്, ജയറാമേട്ടൻ്റെ മോള് മരിച്ചു പോയെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവ പറയുന്നുണ്ട് ജയറാമിനെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അല്ല മോളല്ലേ എന്ന് പറയുന്നുണ്ട്. അത് വേണ്ട ബാസി, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു പിടിവള്ളി ആവാം. കാരണം അവരെത്ര പറഞ്ഞിട്ടും ജയറാമേട്ടൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല, മോള് മരിച്ച് എനിക്ക് കുഴപ്പമില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന രീതിയിൽ തമ്പിയോട് പോയി പറയാനായിട്ട് പറയുന്നു. അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിനെ പോലെ നടക്കും. കാരണം ജയറാമേട്ടനെ ഒരിക്കലും ഇനി അവർക്ക് അംഗീകരിക്കാനും പറ്റില്ല, ജയറാമേട്ടനാണെങ്കിലോ അവരെ അംഗീകരിക്കാനും പറ്റാത്ത രീതിയിൽ നമുക്ക് ആക്കി തീർക്കാനായിട്ട് പറ്റിയൊരു കച്ചിത്തുരുമ്പാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നീ പോയി പറയ് ബാസി എന്ന് പറയുന്നു. എന്നെ തമ്പിയോട് ചെന്ന് പറയുന്നുണ്ട് ജയറാമേട്ടൻ വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, അവിടെയുള്ള ആര് മരിച്ചാലും ജയറാമേട്ടൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തമ്പി പറയുന്നുണ്ട് അവൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞാണ്, അവൻ്റെ മോളാണ്, ഞാൻ അവനോട് സംസാരിക്കാം, നീ മാറെന്ന് പറയുന്നു. ഇല്ല ചേട്ടാ, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ, ജയറാമേട്ടൻ ഒരിക്കലും വരാനായിട്ട് തയ്യാറല്ല എന്നും പറയാട്ടോ. അങ്ങനെ തമ്പി അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ കൊണ്ടുപോവാണ് അവർ. അങ്ങനെ ഗായത്രി മനസ്സൊരുക്കി പൊട്ടിക്കരയാണ്. നിമ്മി ഗായത്രിയെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ബാസി ഒരു റീത്തൊക്കെ ആയിട്ട് ബാസി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തമ്പിയോട് പറയുന്നുണ്ട് ജയറാമേട്ടൻ വന്നില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നും പറയാട്ടോ ചെയ്യുന്നത്. അവനൊരിക്കലും ഗുണം പിടിക്കില്ല എന്ന രീതിയിൽ തമ്പി ബാസിയോട് പറയുന്നുണ്ട്. ജയറാമൻ ഒരിക്കലും ഇനി ഗുണം പിടിക്കാനും പോകുന്നില്ല, കാരണം അവൻ്റെ കുഞ്ഞിനെ അവനൊരു നോക്ക് കാണാൻ കൂടി ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ലെങ്കിൽ അവനൊരു അച്ഛനൊക്കെയാണോ, ഇനി അവനുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല എന്ന രീതിയിൽ തന്നെ തമ്പി അവിടെ പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്ന ജയറാമനെയാണ്. ജയറാമനും വസതിയും കൂടെ സംസാരിക്കുന്നുണ്ട്. ജയറാമൻ ഇന്നേക്ക് 2 ദിവസമായിട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, കാരണം മദ്യപിച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. അതിൽ പുതിയൊരു ജോലിക്കാരി അതിലേ പോകുന്നുണ്ട്. അപ്പോൾ വസുധയോട് ചോദിക്കുന്നുണ്ട് അത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് പുതിയൊരു ജോലിക്കാരിയാണ്. ഓ, ഇന്ന് വന്നതാണോ? ഇന്ന് വന്നതല്ല, 2 ദിവസമായി എന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ കണ്ടില്ല. അങ്ങനെ ജയറാമൻ്റെ 2 ദിവസമായിട്ട് ഒരു ബോധമില്ലാതെ കിടക്കല്ലേ, പിന്നെ എങ്ങനെ കാണാനാണ് എന്ന് പറയുന്നു. 2 ദിവസമായിട്ട് എനിക്ക് എന്തോ പോലെ, എനിക്കെന്തായാലും വീട്ടിലൊന്ന് പോകണം വസുധ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് പേപ്പേഴ്സ് അവിടെ നിന്ന് എടുക്കാനുണ്ടെന്ന് പറയുന്നു. ജയറാമേട്ടൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവേണ്ട, കാരണം ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട്, ഇത് ശരിക്കും ജയറാമേട്ടനെ അവരെ അറിയിച്ചില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത് തെറ്റായ കാര്യമാണ്, ഞങ്ങൾ തന്നെ ഇന്നേ അറിഞ്ഞിട്ടുള്ളൂ, 2 ദിവസം മുന്നേ കഴിഞ്ഞ കാര്യമാണെന്ന് പറയുന്നു. എന്താ വസുധ, വളച്ചു കെട്ടാതെ കാര്യം പറയും, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അല്ല ജയറാമേട്ടൻ്റെ വിഷമമൊന്നും വിചാരിക്കേണ്ട, കാരണം ഞങ്ങൾ ഇപ്പോഴല്ലേ അറിഞ്ഞത്, അത് തന്നെ ജയറാമേട്ടനോട് ഞങ്ങളിപ്പോൾ പറയാനായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നു. ജയറാമേട്ടൻ്റെ മോള് മരിച്ചു പോയെന്ന് പറയുന്നത്, മോളോ ആമിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളെ അറിയിച്ചില്ല എന്നും പറയുന്നു. അപ്പോൾ ജയറാമേട്ടൻ ഒരു തകർന്ന മട്ടിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മോളല്ലേ, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവാതിരിക്കില്ലല്ലോ, കാരണം സ്വന്തം കൈകൊണ്ട് തന്നെയാണ്. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റെയർന്ന് വീണതാണെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നു. പക്ഷേ ജയറാമൻ തള്ളിയിട്ടതിന് ശേഷമാണ് കുഞ്ഞിനങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, കുഞ്ഞ് മരിച്ചു പോയതെന്നുള്ളത്. കാരണം ജയറാമൻ അറിയുന്നത് തന്നെയാണ്. ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് അവിടുത്തെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്.